Good morning all. Today we have to discuss about the recent monetary and credit policy of RBI. Recent monetary and credit policy of RBI. RBI അതിൻ്റെ 2005-2006 ആനുവൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റിൽ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് പോളിസിയുടെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് പ്രസ്താവിക്കുകയുണ്ടായി. അതിൽ ഒന്നാമത്തെയാണ് പ്രൈസ് സ്റ്റെബിലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ലിക്വിഡിറ്റി കീപ്പ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഈ ലിക്വിഡിറ്റി കീപ്പ് ചെയ്യുന്നത് ടു മീറ്റ് ക്രെഡിറ്റ് ഗ്രോത്ത് ആൻഡ് സപ്പോർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എക്സ്പോർട്ട് ഡിമാൻഡ്. ക്രെഡിറ്റ് ഗ്രോത്ത് മീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും എക്സ്പോർട്ട് ഡിമാൻഡും മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലിക്വിഡിറ്റി കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റിയും പ്രൈസ് സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ ഗ്രോത്തും ഉണ്ടാകുന്നതിന് വേണ്ട ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് പറയുന്നത്. മൂന്നാമത്തെ പറയുന്നത് ഇൻഫ്ലേഷണറി എക്സ്പെക്റ്റേഷൻസ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ട മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവിൽ പറയുന്നത്. ഈ 2005-2006 ആനുവൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം 2005 ഏപ്രിൽ 28 ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് 25 ബേസിസ് പോയിന്റിൽ നിന്ന് 5% ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. അത് 2005 ഏപ്രിൽ 29 മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. 2005-2006 ആനുവൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റിൽ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു ക്വാർട്ടർലി റിവ്യൂ നടത്തിയെങ്കിൽ മാത്രമേ ഇക്കണോമിക് ഏജൻസിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഇഫക്റ്റീവും വൈബ്രൻറ്റും ആക്കാൻ പറ്റൂ എന്ന് പ്രസ്താവിക്കുകയുണ്ടായി. അങ്ങനെ ക്വാർട്ടർലി റിവ്യൂസ് നടത്താൻ തുടങ്ങി. ഫസ്റ്റ് ക്വാർട്ടർലി റിവ്യൂ നടത്തുന്നത് 2005 ജൂലൈയിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ RBI റിയൽ GDPയും റേറ്റ് ഓഫ് ഇൻഫ്ലേഷനും മാറ്റമില്ലാതെ നിലനിർത്താൻ തീരുമാനിച്ചു. പിന്നെ മിഡ് ടേം റിവ്യൂ ദാറ്റ് ഈസ് കോയിൻസൈഡ് വിത്ത് സെക്കൻഡ് ക്വാർട്ടർ റിവ്യൂ. അത് 2005 ഒക്ടോബർ 25 നടത്തുന്നത്. ഏപ്രിലിൽ പറഞ്ഞ അതേ കാര്യം തന്നെ, അതേ പോളിസീസ് തന്നെ ആവർത്തിക്കുകയാണ് മിഡ് ടേം റിവ്യൂവിലും ചെയ്തത്. ഒരു നല്ല ഇൻട്രസ്റ്റ് റേറ്റ് എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ജെനുവിൻ ക്രെഡിറ്റ് നീഡ്സും മീറ്റ് ചെയ്യാനും എക്സ്പോർട്ട് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് മീറ്റ് ചെയ്യാനും സാധിക്കൂ എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞത്. അതിലൂടെ ഗ്രോത്ത് ഉണ്ടാക്കാനും സാധിക്കൂ എന്ന് മിഡ് ടേം റിവ്യൂവിൽ പറഞ്ഞു. പിന്നെ 2005 ഒക്ടോബർ 26 മുതൽ ഫിക്സഡ് റിവേഴ്സ് റിപ്പോയും കൂടിയിട്ടുണ്ട്. ഫിക്സഡ് റിപ്പോ 25 ബേസിസ് പോയിന്റിൽ നിന്ന് 6.25% ആയിട്ടും റിവേഴ്സ് റിപ്പോ 5.25% ആയിട്ടാണ് കൂടിയിട്ടുള്ളത്. ബാങ്ക് റേറ്റിൽ യാതൊരു മാറ്റവും ഇല്ല. ബാങ്ക് റേറ്റ് 6% തന്നെയാണ്. പിന്നെ RBI കുറച്ചുകൂടി മെഷേഴ്സ് അനൗൺസ് ചെയ്തു. ഫോർ ഇംപ്രൂവിങ് ക്രെഡിറ്റ് ഡെലിവറി മെക്കാനിസം ആൻഡ് സ്ട്രെങ്തൻ പ്രൊഡൻഷ്യൽ നോംസ്. പിന്നെ കുറച്ച് സ്ട്രക്ചറൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ എൻഹാൻസിങ് റോബസ്റ്റ്നെസ് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ദൃഢത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സ്ട്രക്ചറൽ ആൻഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്കും കൂടി RBI അനൗൺസ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. 2005-2006 ആനുവൽ പോളിസി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തേർഡ് ക്വാർട്ടർലി റിവ്യൂ നടക്കുന്നത് 2006 ജനുവരി 24 ഇത് പ്രകാരം GDP ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 7.5%-നും 8%-നും ഇടയിലായിരിക്കണം എന്നുള്ളത് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 5%-നും 5.5%-നും ഇടയിലായിരിക്കണം എന്നുള്ളതും എസ്റ്റിമേറ്റ് ചെയ്യേണ്ടായി. പിന്നെ 2006 ഫെബ്രുവരി 7 CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ റിയൽ GDPയുടെ ഒരു അഡ്വാൻസ്ഡ് എസ്റ്റിമേറ്റ് നടത്തുകയുണ്ടായി. അത് പ്രകാരം ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 3.1%-ഉം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 2005 ഏപ്രിൽ പറഞ്ഞ പോലെ തന്നെ 14.5%-നും മുകളിലും ആയിരിക്കണമെന്നുള്ളത് പറയുകയുണ്ടായി. ബാങ്ക് റേറ്റിൽ മാറ്റമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ബാങ്ക് റേറ്റിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഫിക്സഡ് റിവേഴ്സ് റിപ്പോയും കൂടിയിട്ടുണ്ട്. ഫിക്സഡ് റിവേഴ്സ് റിപ്പോ 25 ബേസിസ് പോയിന്റിൽ നിന്ന് 5.50% ആയിട്ടും അതേപോലെ തന്നെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് 25 ബേസിസ് പോയിന്റിൽ നിന്ന് 6.50% ആയിട്ട് കൂടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ബാങ്ക് റേറ്റിലും ക്യാഷ് റിസർവ് റേഷ്യോയിലും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേറ്റിലും എന്തൊക്കെ മാറ്റാണ്
വന്നിട്ടുള്ളത് എന്നാണ് അടുത്തത് പറയുന്നത്. ബാങ്ക് റേറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യാതൊരു മാറ്റവും ഇല്ലാണ്ട് 6% ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. 2003 ഏപ്രിൽ മുതൽ ഈ ഒരു ബാങ്ക് റേറ്റിൽ 6% എന്നുള്ള ആ ഒരു ലെവലിൽ നിന്ന് യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. അത് അങ്ങനെ തന്നെ റിട്ടേൺ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അടുത്തത് ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോ 2004 സെപ്റ്റംബർ ഒക്ടോബർ ആയിട്ട് 50 ബേസിസ് പോയിന്റ് ആയിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം 2005-6 വരെ ആറിലൊന്നും യാതൊരു ചേഞ്ചും ഇല്ലാണ്ട് 5% ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. RRB ഒഴികെ ബാക്കി എല്ലാ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സും ഈ ഒരു CRR റിക്വയർമെന്റ് 2005-6 ഈ ഒരു CRR റിക്വയർമെന്റ് അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടില് സബ്സെക്ഷൻ 42(1) അമെൻമെന്റിന് ശേഷം ആ അമെൻമെന്റ് നടക്കുന്നത് ജൂൺ 2006 അതിനുശേഷം ഈ മോണിറ്ററി പോളിസി കണ്ടക്ട് ചെയ്യുന്നതിൽ RBIക്ക് ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അമെൻമെന്റ് ബില്ല് പ്രകാരം ഓരോ ഷെഡ്യൂൾഡ് ബാങ്ക്സും അവരുടെ NDTLന്റെ 5% CRR ആയി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാങ്ക് റേറ്റിനെ കുറിച്ചും ക്യാഷ് റിസർവ് റേഷ്യോയെ കുറിച്ചും പറയുകയുണ്ടായി. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയെ കുറിച്ചാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ ഷെഡ്യൂൾഡ് ബാങ്ക്സിനും അവരുടെ NDTLന്റെ 25% ആണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. ഇനി ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണമെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അമെൻഡ് ചെയ്തേ പറ്റൂ. ഇത് അമെൻഡ് ചെയ്യാനുള്ള ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അമെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ SLR റിക്വയർമെൻറ്റ്സിൽ മാറ്റം വരുത്താനായി പറ്റുള്ളൂ. അങ്ങനെ മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ ഈ റിസർവ് ബാങ്കിന് SLR സ്പെസിഫൈ ചെയ്യുന്നതിലൊരു ഫ്ലെക്സിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി ഈ COVID-19 പശ്ചാത്തലത്തിൽ പല പോളിസി റേറ്റ്സും ഇപ്പോൾ അൺചേഞ്ച്ഡ് ആയിട്ടാണ് വച്ചിരിക്കുന്നത്. എങ്കിൽ പോലും പല പ്രശ്നങ്ങളിൽ നിന്നും എക്കണോമിക് പ്രോബ്ലംസിൽ നിന്നും ഇന്ത്യക്ക് ഇപ്പോഴും കരകയറാനായിട്ട് പറ്റിയിട്ടില്ല. അതിന് RBI ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് കയറാനായി പറ്റിയിട്ടില്ല. എന്നിരുന്നാൽ പോലും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ലോസിൽ നിന്നൊക്കെ ഇപ്പോൾ റിക്കവർ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ലേറ്റസ്റ്റ് പോളിസി റേറ്റ്സ് ഒക്കെ ഒന്ന് നോക്കിപ്പോവാം. ഇപ്പോഴത്തെ CRR ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് 3% ആണ്. SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 18% ആണ്. CRR 3%, SLR 18% ആണ്. റിപ്പോ 4%, റിവേഴ്സ് റിപ്പോ 3.35% ആണ്. CRR 3%, SLR 18%, റിപ്പോ 4%, റിവേഴ്സ് റിപ്പോ 3.35% ആയിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് ലേറ്റസ്റ്റ് പോളിസി റേറ്റ്സ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസിന് ഒരുപാട് കൺസ്ട്രൈൻസ് ഉണ്ട് ഈ COVID-19 ഇൻഫെക്ഷൻ മൂലം. അതുകൊണ്ട് തന്നെ ഇനി വേറൊരു റേറ്റ് കട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. അതും നമ്മളെ ഒരിക്കലും ഈ ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ നിന്ന് റിവൈവ് ചെയ്യാനായിട്ട് സഹായിക്കില്ല എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. പ്രൈസ് സ്റ്റെബിലിറ്റി, ഇക്കണോമിക് ഗ്രോത്ത്, മാക്രോ ഇക്കണോമിക് മാനേജ്മെന്റ് ഇത്തരം ലക്ഷ്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനുള്ള ഒരു ക്രിട്ടിക്കൽ പോളിസി ആയിട്ടാണ് RBIയുടെ മോണിറ്ററി പോളിസി വരുന്നത്. 1980കളിൽ മണി സപ്ലൈ കൂടിയതിൻ്റെ ഭാഗമായിട്ട് ഹൈ ഇൻഫ്ലേഷൻ ഉണ്ടാവുകയുണ്ടായി.
ഈ ഹൈ ഇൻഫ്ലേഷൻ ഉണ്ടായത് കാരണം പ്രൈസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി മാറുകയുണ്ടായി. അപ്പോൾ RBI മോണിറ്ററി ടാർഗറ്റിംഗ് വിത്ത് ഫീഡ്ബാക്ക് എന്നൊരു പോളിസിയാണ് അന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സജസ്റ്റഡ് ബൈ ചക്രവർത്തി കമ്മിറ്റി 1985. ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ 1991 ഇക്കണോമിക് ലിബറലൈസേഷനും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എക്സ്ചേഞ്ച് റേറ്റിലും വന്നിട്ടുള്ള ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ കാരണം RBI അതിൻ്റെ ശ്രദ്ധ എക്സ്ക്ലൂസീവ് റിലയൻസ് ഓൺ മണി മോണിറ്ററി അഗ്രിഗേറ്റ്സിൽ നിന്നും കുറച്ച് ഇൻഡിക്കേറ്റേഴ്സിലേക്ക് ശ്രദ്ധ മാറ്റുകയുണ്ടായി. RBI ഇക്കണോമിക് മോണിറ്ററി അഗ്രിഗേറ്റ്സിൽ നിന്നും കുറച്ച് ഇൻഡിക്കേറ്റേഴ്സിലേക്ക് RBI ശ്രദ്ധ മാറ്റുകയുണ്ടായി. അതുകൊണ്ട് തന്നെ 1998-99 കാലഘട്ടത്തിൽ ഒരു മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റർ അപ്രോച്ചാണ് RBI അതിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഉള്ള പരിഹാരം അല്ലെങ്കിൽ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു അസംഷനിലാണ് അല്ലെങ്കിൽ അങ്ങനൊരു പ്രതീക്ഷയിലാണ് RBI ഈ ഒരു മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റർ അപ്രോച്ചിലേക്ക് മാറിയത്. പിന്നീട് 2014 ഉർജിത് പട്ടേൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ട് RBI ഒരു പുതിയ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്കിലേക്ക് മാറുകയുണ്ടായി, ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്. ഇപ്പോൾ 2014 പുതിയ മോണിറ്ററി പോളിസി ഫ്രെയിംവർക്കാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ്. ഈ ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിലൂടെ RBIക്ക് പ്രൈസ് സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഗ്രോത്തും അച്ചീവ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ 2014-15 മുതൽ ഈ ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിലൂടെയാണ് പ്രൈസ് സ്റ്റെബിലിറ്റിയും ഗ്രോത്തും അച്ചീവ് ചെയ്യാനായിട്ട് RBI ശ്രമിക്കുന്നത്.